ശബരിമല യുവതീ പ്രവേശന വാദത്തിനിടെ സുപ്രീം കോടതിയിൽ അഭിഭാഷകർ തമ്മിൽ തർക്കം. മുതിർന്ന അഭിഭാഷകൻ രാജീവ് ധവാനും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും തമ്മിലാണ് തർക്കമുണ്ടായത്. ഡി സുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, ഇത് വാദത്തിന്റെ ഭാഗമായ തർക്കമാണോ അതല്ല പേഴ്സണൽ തർക്കമാണോ? സുമോദ്, ഇത് വാദത്തിനിടെ ഉണ്ടായ തർക്കമാണോ അതല്ല വ്യക്തിപരമായ തർക്കമാണോ? ഇപ്പോൾ സുപ്രീം കോടതിയിൽ രണ്ടാം ദിനം വാദം ആരംഭിക്കുകയായിരുന്നു. 2 ദിവസത്തേക്കാണ് വാദം വാദിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ വാദം തുടങ്ങാൻ പോകുമ്പോഴാണ് ഈ കേന്ദ്രവാദം ഇങ്ങനെ നീണ്ടുപോകുന്നതിനെ ചൊല്ലി രാജീവ് ധവാൻ, മുതിർന്ന അഭിഭാഷകനായ രാജീവ് ധവാൻ അദ്ദേഹം തർക്കവുമായി എഴുന്നേറ്റത്. മാത്രമല്ല, കേന്ദ്രവാദം ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണെങ്കിൽ തങ്ങൾ 1.5 മാസമായി ഇതിനുവേണ്ടി കേസ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചിരിക്കുകയാണ്, ഇത്ര വലിയ കഠിനാധ്വാനം നടത്തി തന്നെയാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും, കേരള സർക്കാരിന്, NSS, ദേവസ്വം ബോർഡ് തുടങ്ങിയ എല്ലാവർക്കും കൂടി അനുവദിച്ചിരിക്കുന്ന സമയം 1 ദിവസം മാത്രമാണ്. 2 ദിവസം പൂർണ്ണമായി കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ തങ്ങൾ പഠിച്ച കഠിനാധ്വാനം എടുത്തു വന്നിരിക്കുന്ന ഈ നോട്ടുകൾ എന്തുകൊണ്ടാണ് ഈ 1 ദിവസത്തിൽ ചുരുക്കി വാദിക്കേണ്ടി വരികയാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിനിടയിൽ തന്നെ ഈ രാജീവ് ധവാനോട് മിണ്ടാതിരിക്കാൻ സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് വലിയ തരത്തിലുള്ള ഒരു അടുത്ത ഘട്ടം തർക്കത്തിലേക്ക് തന്നെ സുപ്രീം കോടതി പോവുകയായിരുന്നു. അങ്ങനെ ആ തരത്തിൽ പാലിക്കാൻ കഴിയില്ല. മാത്രമല്ല, മുതിർന്ന അഭിഭാഷകരെയാണ് സാധാരണ ആദ്യം ഈ വാദത്തിന് വേണ്ടി വിളിക്കാറുള്ളത്. സാധാരണ ഇതിനു മുമ്പുണ്ടായിരുന്ന പല ബെഞ്ചുകളും, ഭരണഘടനാ ബെഞ്ചുകളും വരുമ്പോൾ രാജീവ് ധവാൻ തന്നെ കപിൽ സിബലിന് വേണ്ടി അദ്ദേഹം എൻ്റെ ഗുരുസ്ഥാനീയനാണ്, അദ്ദേഹം മുതിർന്ന ആളാണ്, അദ്ദേഹം ആദ്യം വാദിക്കട്ടെ എന്ന് പറഞ്ഞ് മാറിക്കൊടുക്കുന്ന കാഴ്ച നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ മുതിർന്ന അഭിഭാഷകർക്ക് വാദിക്കാൻ അവസരം കൊടുക്കാതെ തുടർച്ചയായി 2 ദിവസം തന്നെ കേന്ദ്ര സർക്കാർ വാദം നീട്ടിക്കൊണ്ടുപോകുന്നതിലെ വലിയ അസ്വസ്ഥതയാണ് ഇപ്പോൾ മുതിർന്ന അഭിഭാഷകനായ രാജീവ് ധവാൻ സുപ്രീം കോടതിയിൽ പങ്കുവയ്ക്കുന്നത്.